KPCCക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് വരണമെന്ന് സണ്ണി ജോസഫ്. മന്ത്രിയല്ലാത്തൊരു പ്രസിഡന്റ് വേണമെന്നാണ് അഭിപ്രായം. MLA-മാരും MP-മാരും സ്ഥാനത്തിന് യോഗ്യരാണ്. ഹൈക്കമാൻഡ് ആലോചിച്ച് വളരെ നല്ലൊരു പേരിലേക്ക് ഉടൻ എത്തുമെന്നും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സണ്ണി ജോസഫ് പറഞ്ഞു. ഗവൺമെന്റിൽ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ KPCCക്ക് പുതിയ ഒരു ഫുൾ ടൈം പ്രസിഡന്റ് വരുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഇപ്പോൾ അറിയിച്ചോ? അല്ല, അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ സംഘടനാ കാര്യങ്ങളൊക്കെ വരുന്നു. മന്ത്രിയല്ലാത്തൊരു പ്രസിഡന്റ് വേണം. നിങ്ങളെ അയക്കാനോ എൻ്റെ അയക്കാനോ തമ്മിൽ ചെറിയ വ്യത്യാസം വരും. അത് മന്ത്രിയല്ലാത്ത ഒരാൾ. ബാക്കിയൊക്കെ ഞാനിപ്പോൾ MLA ആയി ഞാനായിരുന്നല്ലോ. പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. MP-മാരൊക്കെ യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്, MLA-മാരുണ്ട്, ഇതല്ലാത്തവരുണ്ട്. ആ പേരുകളിൽ നിന്നൊക്കെ അഖിലേന്ത്യാ നേതൃത്വം രാഹുൽജി, ഖാർഗെജി എല്ലാം ആലോചിച്ച് വളരെ നല്ല ഒരു പേരിലേക്ക് എത്തും. YS അഭിനന്ദനാണ് ചേരുന്നത്. അഭിനന്ദ, മന്ത്രിമാർ വേണ്ട, മറ്റ് ജനപ്രതിനിധികളാകാം എന്നതാണോ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്? വിനീത, UDF മന്ത്രിസഭ അധികാരത്തിലെത്തി 3 മാസം പിന്നിടുമ്പോഴും KPCCക്ക് ഫുൾ ടൈം പ്രസിഡന്റ് ഇല്ല എന്നുള്ള ഒരു വ്യാഖ്യാനം പല ഭാഗങ്ങളിൽ നിന്നും തന്നെ ഉയർന്നിരുന്നു. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് നിലവിൽ വൈദ്യുതി മന്ത്രിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരള ഹൗസിലെത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. ഒരു ഫുൾ ടൈം പ്രസിഡന്റ് വേണം, മന്ത്രിമാരല്ലാത്ത ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടണമെന്നുള്ള ആവശ്യം അത് രാഹുൽ ഗാന്ധിയോട് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ താൻ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇനി അത് പരിഗണിക്കണമെന്ന് കുറച്ചുകൂടി കൃത്യമായി ഷാർപ്പായി പറഞ്ഞു എന്നും കൂടി സണ്ണി ജോസഫ് പ്രതികരണത്തിൽ നിന്നും പറയുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞത് MP-മാരായാലും പ്രശ്നമില്ല, ജനപ്രതിനിധികളായാലും പ്രശ്നമില്ല, ഫുൾ ടൈം പ്രസിഡന്റിനെയാണ് ആവശ്യം വരുന്നത്. അത് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു MP-മാരായാലും ജനപ്രതിനിധികളായാലും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേയധികം പേരുകൾ ഇപ്പോൾ വിനീത നമുക്ക് മുന്നിലേക്ക് അടക്കം വരുന്നുണ്ട്. മാത്യു കുഴൽനാടന്റെ അടക്കം പേരുകൾ വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ പലരും ഈ പറഞ്ഞതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് എത്താൻ പോകുന്നത്.